ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനാവശ്യമായ കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ ഫയർ NOC കിട്ടേണ്ടതാണ്. ആ ഫയർ NOCക്കായി ഈ ബിൽഡിംഗ് പ്ലാൻ സമർപ്പിക്കുകയും അതിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഘട്ടമൊന്നും പിന്നിടാതെയാണോ ഈ സ്ഥാപനം അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെയാണ് ഈ തീപിടുത്തത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സുജിയ. ഇന്നലെ അതിഗുരുതരമായ രീതിയിലുള്ള ഒരു അഗ്നിബാധയാണ് മുളങ്കുത്താവ് ഉണ്ടായത്. 10,000-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ ഒരു സ്ഥാപനമായിരുന്നു അത്. ഇവിടെ സ്പെയർ പാർട്സിൻ്റെ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ പുതിയ വിദേശത്ത് ഇറക്കുമതി ചെയ്ത ബൈക്കുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്താണ് വൻ തീപിടുത്തമുണ്ടായത്. ഒന്നും അവശേഷിക്കാതെ പൂർണ്ണമായും കത്തിനശിച്ചു എന്ന് മാത്രമല്ല, ഒരാൾക്ക് ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്നതാണ് അതിൻ്റെ ഭീകരത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തീ നിയന്ത്രണ വിധേയമായെങ്കിൽ പോലും പക്ഷേ പൂർണ്ണമായി കെടുത്താനായിട്ടില്ല. ഇപ്പോഴും ഈ തീ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഫയർഫോഴ്സ് ഇപ്പോഴും സ്ഥലത്തുണ്ട്, പക്ഷേ അപകടാവസ്ഥ ഒന്നും തന്നെയില്ല. ഇതിനിടയിലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സ്ഥിരം ഫയർഫോഴ്സ് സംവിധാനം, അതായത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി തന്നെ ഇപ്പോൾ ഇവർ വിലയിരുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അപേക്ഷ ഇവർ ബിൽഡിംഗ് പണിയുമ്പോൾ പഞ്ചായത്ത് നൽകുന്ന അപേക്ഷ ഉൾപ്പെടെ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്ലാനുകൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും വലിയ ഒരു ദുരന്തമാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഒരാളഭയം ഒരാളിൽ ഒതുങ്ങിയെന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. അകത്ത് വേറെ 3-4 ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഫോടനവും അതുപോലെ തന്നെ അഗ്നിബാധയും വരുമ്പോഴേക്ക് അവർക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ആശ്വാസമായിട്ടുള്ളത്. തീ അണയ്ക്കുന്നതിന് വേണ്ടി, പൂർണ്ണമായി അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുക തന്നെയാണ്. പക്ഷേ നിയന്ത്രണ വിധേയമാണ്. അതേസമയം തന്നെ ഫയർഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ സംവിധാന ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് സുജയ. ഓക്കെ, തൃശൂർ മുളങ്ങുന്നത്തുകാവിലെ തീപിടുത്തത്തിൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന സംശയം ബലപ്പെടുകയാണ്. സ്ഥാപനത്തിന്റെ പ്ലാൻ ഇപ്പോൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ.